ചതയം നക്ഷത്രം, ഷഡാഭിഷ നക്ഷത്രം എന്നത് വേദജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 24 സ്വരചിഹ്നം ആമത്തേതാണ്. ഇത് കുംഭം രാശിയിൽ 6°40 മുതൽ 20°00 വരെ വ്യാപിച്ചു കിടക്കുന്നു. പ്രധാന പ്രത്യേകതകൾ: അർത്ഥം 100 വൈദ്യന്മാർ അല്ലെങ്കിൽ 100 രോഗശാന്തിക്കാർ എന്നാണ് ചതയം എന്ന വാക്കിന് അർത്ഥം. ഇത് രോഗശാന്തി, മരുന്ന്, നിഗൂഢശാസ്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിഹ്നം: ഒഴിഞ്ഞ വൃത്തം, എംടി സർക്കിൾ, കാളവണ്ടി അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ഒരു മോതിരം എന്നിവയാണ് ചതയം നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങൾ. ഒഴിഞ്ഞ വൃത്തം മായയെയും നിഗൂഢതകളെയും സൂചിപ്പിക്കുന്നു. അധിപഗ്രഹവും രാഹു. രാഹുവിന്റെ സ്വാധീനം കാരണം ഇവർക്ക് അക്കാദമികമായും സാങ്കേതികമായും മികച്ച കഴിവുകൾ ഉണ്ടാകും. പരമ്പരാഗതമായ കാര്യങ്ങളോട് ഇവർക്ക് വലിയ താല്പര്യം കാണില്ല. അധിപദേവത വരുണൻ. വരുണൻ ജലത്തിന്റെയും ആകാശത്തിന്റെയും ദേവനാണ്. മായാജാലങ്ങളുമായും നിഗൂഢമായ രോഗശാന്തി കഴിവുകളുമായും വരുണന് ബന്ധമുണ്ട്. ഗണം: രാക്ഷസഗണം. ഇത് ധൈര്യശാലികളും സ്വതന്ത്രരുമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. മൃഗം: പെൺകുതിര. വൃക്ഷം: കടമ്പ്. ഭൂതം: ആകാശം, എതിർ. നാഡി: ആദ്യത്തെ നാഡി. ചതയം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ: സത്യസന്ധയും തത്വദീക്ഷയും. സത്യമേവ ജയതേ എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ചതയം നക്ഷത്രക്കാർ. സത്യത്തിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഇവർ തയ്യാറാകും. സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിൽക്കുന്നവരായതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും. ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും മികച്ച ഓർമ്മശക്തിയും ഉണ്ടാകും. ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് മറക്കില്ല. നിഗൂഢയോടുള്ള താല്പര്യം. നിഗൂഢമായ കാര്യങ്ങളിലും ശാസ്ത്രത്തിലും തത്വശാസ്ത്രങ്ങളിലും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. ജ്യോതിഷം, മനഃശാസ്ത്രം, ചികിത്സാരംഗം എന്നിവയിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. സ്വതന്ത്ര സ്വഭാവം. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരും മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാത്തവരുമാണ് ഇവർ. രഹസ്യ സ്വഭാവം. ഇവർ പൊതുവെ രഹസ്യ സ്വഭാവമുള്ളവരായിരിക്കും. ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. സഹായമനോഭാവം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ടാകും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇവർ സഹായങ്ങൾ ചെയ്യും. വൈദ്യശാസ്ത്ര താല്പര്യം. 100 വൈദ്യന്മാർ എന്ന അർത്ഥം കാരണം ഇവർക്ക് വൈദ്യശാസ്ത്രത്തിലും രോഗശാന്തിയിലുമുള്ള കഴിവുകൾ പ്രകടമാകും. പല നല്ല ഡോക്ടർമാരും ഈ നക്ഷത്രക്കാരായിരിക്കാം. വൈകാരിക സ്വഭാവം. ഇവർക്ക് വളരെ മൃദുലമായ മനസ്സായിരിക്കും. ദേഷ്യം വന്നാൽ വേട്ടപ്പെട്ടപ്പോൾ ഏകുമെങ്കിലും പെട്ടെന്ന് തന്നെ ദേഷ്യം ശമിക്കുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങൾ. കുടുംബത്തിൽ നിന്നും, പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്നും അച്ഛനിൽ നിന്നും ഇവർക്ക് അത്ര നല്ല പിന്തുണ ലഭിക്കണമെന്നില്ല. എന്നാൽ അമ്മയിൽ നിന്നും സ്നേഹം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ സാധ്യതകൾ: ഡോക്ടർമാർ, സർജൻമാർ, ചികിത്സകർ. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, പ്രത്യേകിച്ച് ബഹിരാകാശ ശാസ്ത്രം, ആണവശാസ്ത്രം. ജ്യോതിഷം, മനഃശാസ്ത്രം, നിഗൂഢശാസ്ത്രങ്ങൾ. എഞ്ചിനീയർമാർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ. ചലച്ചിത്രം, ടെലിവിഷൻ മേഖല. മരുന്ന് വ്യവസായം. ആരോഗ്യപരമായ കാര്യങ്ങൾ. ചതയം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ മൂത്രാശയ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരങ്ങൾ. ചതയം നക്ഷത്രക്കാർ രാഹുവിനെയും വരുണനെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. സർപ്പങ്ങളെയും രാഹുവിനെയും ആരാധിക്കുന്നത് ശുഭകരമായിരിക്കും. വീട്ടിൽ സർപ്പക്കാവുകൾ സംരക്ഷിക്കുന്നതും അവിടെ കടമ്പ് മരം നട്ടുപിടിപ്പിക്കുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. പക്കനാളുകളിൽ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കുടുംബ ഐശ്വര്യത്തിന് നല്ലതാണ്. ഓം വരുണായ നമ എന്ന് ജപിക്കുന്നതും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും അനുകൂല ഫലങ്ങൾ നൽകും. ഓരോ വ്യക്തിയുടെയും ജാതകം, ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. കൃത്യമായ പ്രവചനങ്ങൾക്കായി ഒരു ജ്യോതിഷിയുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ്.